ക്യൂൻ ഓഫ് ലവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരുപാട് പേര് കണ്ട് കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു സമയത്ത് എല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇത് കാണുന്നവരെല്ലാം പറ്റുവാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിലായിട്ടൊന്ന് കാണുക. അധികം ദൈർഘ്യമൊന്നുമില്ലാത്തൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു കഥയിലൂടെയാണ് തുടങ്ങുന്നത്. ഈ കഥ ഞാൻ വായിച്ചപ്പം എന്നെ ഒരുപാട് ഇരുത്തി ചിന്തിച്ച ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കഥ കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്, എന്ത് ഈ കഥയിലെ കഥാപാത്രം നമ്മളാണോ എന്ന ഒരു തോന്നലിലോട്ട് നമ്മുടെ ചിന്തയെ കൊണ്ടെത്തിക്കാൻ പാകത്തിനുള്ള ഒരു കഥയാണിത്. അപ്പം പരമാവധി ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഈ കഥ നടക്കുന്നത് ഒരു സ്കൂളിൽ പ്രൈമറി ടീച്ചറും ടീച്ചറിൻ്റെ ക്ലാസ് റൂമും ടീച്ചറിൻ്റെ കുട്ടികളും, അവിടെയാണ് ഈ കഥ നടക്കുന്നത് കേട്ടോ. ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ ആരാകാനാണ് ആഗ്രഹമെന്ന് ആ ഒരു പേപ്പറിൽ കുറിച്ച് വെക്കുക. ശേഷം എന്തുകൊണ്ടാണ് ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ ഉള്ള കാരണം അതും കൂടെ പേപ്പറിൽ കുറിച്ച് വെക്കാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാം പേപ്പർ എടുത്തു എഴുതാൻ തുടങ്ങി. 10 മിനിറ്റ് എടുത്തു. കുട്ടികളെല്ലാവരും എഴുതി. അതിൻ്റെ അടിയിൽ ഓരോരുത്തരുടെയും പേരും എഴുതി മടക്കി ടീച്ചറുടെ പേപ്പർ കൊടുത്തു. ടീച്ചർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. കുറേ പേര് ഡോക്ടറാകണമെന്നും, കുറേ പേര് എൻജിനീയർ ആകണം, പിന്നെ ടീച്ചറാകണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുള്ള കുട്ടികൾ. ഒരേപോലത്തെ ആഗ്രഹങ്ങളുള്ളവരുണ്ട്, വ്യത്യസ്തമായ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിനെ ഒരുപാട് വിഷമിപ്പിച്ചതും എന്നാൽ ഒരുപാട് സർപ്രൈസ് തോന്നിപ്പിച്ചതുമായ ഒരു കുഞ്ഞിൻ്റെ പേപ്പർ ടീച്ചർ അതെടുത്ത് വായിക്കുകയാണ്. വായിച്ച ശേഷം ടീച്ചറിൻ്റെ കണ്ണിൽ കൂടെ തുരുതുരാ വെള്ളം, കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. അതേപോലെ ടീച്ചർ ആ പേപ്പർ മടക്കി വെച്ചു. വീട്ടിലെത്തിയ ശേഷം ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ ക്ലാസ് റൂമിൽ ഞാനിങ്ങനെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. കുട്ടികളെല്ലാം എഴുതി തന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വായിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ പേപ്പർ അതെടുത്ത് വായിച്ച നേരത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാണ്ടായിപ്പോയി. ആ കുഞ്ഞ് ആ പേപ്പറിൽ എഴുതി വെച്ചേക്കുവാണ്, ടീച്ചറേ എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതിയെന്ന്. അതിൻ്റെ അടിയിൽ ആ കുഞ്ഞ് വീണ്ടും എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മൊബൈൽ ഫോൺ ആകേണ്ടതെന്ന് ടീച്ചറിന് അറിയാമോ? മൊബൈൽ ഫോൺ ആണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കും, എവിടെ പോയാലും എന്നെയൊപ്പം കൊണ്ടുപോകും. രാത്രി ഉറങ്ങാൻ നേരം അച്ഛനും അമ്മയും മൊബൈൽ ഫോൺ ആണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഇതായിരുന്നു ആ കുഞ്ഞ് ആ ഒരു പേപ്പർ കുറിച്ച് വെച്ച കാര്യങ്ങൾ. ഇതും പറഞ്ഞ ടീച്ചർ ഒരുപാട് കരഞ്ഞു ആ ഹസ്ബൻഡ് മുമ്പിൽ നിന്ന്. അപ്പോൾ ഹസ്ബൻഡ് ടീച്ചറിൻ്റെ അടുത്ത് പറയുക, ആ കുട്ടിയുടെ പാരൻസ് അങ്ങനെയായതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അന്ന് ആ ടീച്ചർ വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ കുഞ്ഞ് ഏതാണെന്ന് ചേട്ടൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം വീണ്ടും ടീച്ചർ പറയുക, ആ കുഞ്ഞ് നമ്മുടെ മോനായിരുന്നു. ഇതാണ് കഥ. ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മളാണോ ആ കഥയിലെ കഥാപാത്രം, നിങ്ങൾ ഓരോരുത്തരുമാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ടാവില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുമാത്രം ഇത് കഥയാണെങ്കിലും നമ്മൾ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്, ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയാകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ വലിയ സാമൂഹിക, സാങ്കേതിക, സാമ്പത്തിക മാറ്റങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾക്കുള്ളിലെ പരസ്പര സ്നേഹത്തിലും ബന്ധങ്ങളിലും ഒരുപാട് വീഴ്ചയും പോരായ്മയൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഒരു കഥയിൽ ആ കുഞ്ഞ് ചിന്തിച്ച ആ ഒരു കാര്യം തീർത്തും ന്യായമായ ഒരു കാര്യമല്ലേ? നമ്മളാണിപ്പം ആ ഒരു സ്ഥാനത്തെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് ചുംബിക്കാനോ ഒന്ന് തലോടാനോ സമയം കണ്ടെത്താറുണ്ടോ നമ്മുടെ ഈ ജീവിതത്തിൽ?
നമുക്ക് കുറച്ച് സമയമെങ്കിലും ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ പേരും മൊബൈലെടുത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് അതും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതും വിലയേറിയ മൊബൈൽ. അങ്ങനെ ഇരിക്കുമ്പം കുട്ടികളുടെ സമയത്തിന് എവിടെയാണ് നമുക്ക് വില കൽപ്പിക്കാനാകുന്നതല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് താഴെ വീണ് പോയാൽ നമ്മൾ ഓടി ആ ഫോൺ എടുത്തിട്ട് സ്ക്രീൻ പൊട്ടിയോ എന്നിട്ട് സ്വിച്ച് ഓഫ് ഓണാക്കി നോക്കുന്നു, എല്ലാം പറ്റിയോ എന്നുള്ള ഭയങ്കര ആകാംക്ഷയാണ്. ആ ഒരു സമയം നമ്മുടെ കുഞ്ഞ് ഒന്ന് കാല് തട്ടി താഴെ വീണാൽ അതിനെ ഓടിപ്പോയി എടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുമോ? ആ ഫോണോട് കാണിക്കുന്ന ആത്മാർത്ഥത നമ്മുടെ കുഞ്ഞിനെടുത്ത് നമ്മൾ കാണിക്കാറുണ്ടോ? പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളൊന്ന് വീണാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ട് നമ്മുടെ അപ്പച്ചനും അമ്മയും വന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ആട്ടും. അതോടെ ആ വീണതിൻ്റെ വിഷമം പോകും, നമ്മളെ കെയർ ചെയ്യുന്നുള്ളൊരു ചിന്ത, നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയും നമുക്കുണ്ടാവും. ഇന്നത്തെ കാലത്ത് പാരൻസിന് അതിനൊന്നും സമയമില്ല. ഫോൺ വീഴുമ്പോഴത്തേക്ക് ഓടി വന്ന് അത് സ്ക്രീൻ പൊട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ഇന്നത്തെ പാരൻസിന് തിരക്ക്. നമ്മളെപ്പോഴും അറിഞ്ഞു വെക്കേണ്ടതും മനസ്സിലാക്കി വെക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ അതിശക്തമായ ശേഷിയുള്ള സ്മാർട്ട് ഫോണുകൾ കുടുംബങ്ങൾക്കുള്ളിലെ ബന്ധങ്ങളെ ഇല്ലായ്മയിലോട്ട് നയിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ചിന്തയും വീണ്ടും വിചാരമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കെപ്പോഴും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.